കേരള സ്റ്റോറി 2 എന്ന് പറയുന്ന ഒരു ചിത്രം ഇറങ്ങിയപ്പോൾ അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കേരളത്തിലെ സുഡാപ്പികളുടെ ഭാഗത്തു നിന്നുമുണ്ടായി. കേരളത്തിൽ മതപരിവർത്തനമില്ലെന്നും കേരളത്തിൽ അങ്ങനെ ഒരു സംഭവമേ നടക്കുന്നില്ലെന്നും ഞങ്ങളെല്ലാം പച്ചവെള്ളം ചവച്ചരച്ചു കുടിക്കുന്ന ടീംസാണ് എന്നുമാണ് ഇവർ പ്രധാനമായും പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ കേരളം ചർച്ച ചെയ്യാതെ മറച്ചു പിടിക്കുന്ന ഒരു വാർത്തയുണ്ട്. സാവരിയ ബസന്ത് എന്ന് പറയുന്ന ഉസ്ബെക്കിസ്ഥാനിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ തലയിൽ ലാപ്ടോപ്പ് കൊണ്ട് അടിച്ച് പ്രതിയായിട്ടുള്ള സദനുൽ അനം എന്ന് പറയുന്ന വ്യക്തി ആ പെൺകുട്ടിയെ കൊന്നുകളഞ്ഞു. മലപ്പുറം സ്വദേശിയാണ് ഈ സദറുൽ അനം എന്ന് പറയുന്ന വ്യക്തി. 22 വയസ്സായിരുന്നു ഇയാൾക്കുണ്ടായിരുന്നത്. രണ്ടുപേരും ഒരേ ഹോസ്റ്റലിലായിരുന്നു താമസിച്ചിരുന്നത്. വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലാണ്. അവിടെ സൗകര്യം അങ്ങനെ ആയതുകൊണ്ടാണ് ബുഖാറ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ അവിടെ അങ്ങനെ താമസിച്ചിരുന്നത്. ഈ പെൺകുട്ടിയുടെ സഹപാഠികൾ പറയുന്നത് ഈ പെൺകുട്ടിയെ നിരന്തരം ഇയാൾ മതം മാറാനായി നിർബന്ധിച്ചിരുന്നു എന്നുള്ളതാണ്. മതം മാറാത്തതിൻ്റെ ദേഷ്യത്തിലാണ് ഇയാൾ ഈ പെൺകുട്ടിയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് പറയുന്നത്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ 1ാം വർഷ MBBS വിദ്യാർത്ഥിനിയായ സാവരിയ ബസന്ത് കൊല്ലപ്പെട്ട സംഭവത്തിൽ കേരള പോലീസ് തന്നെ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. ഹരിപ്പാട് സ്വദേശിനിയായ സാവരിയ അതിക്രൂരമായാണ് കൊല്ലപ്പെട്ടതെന്നാണ് അറിയാൻ സാധിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട സാവരിയുടെ സഹപാഠിയും മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയുമായിട്ടുള്ള സദറുൽ അനവിനെ ഉസ്ബെക്കിസ്ഥാൻ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നാട്ടിലെത്തിച്ച മൃതദേഹം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന തെളിവുകളാണ് കിട്ടിയത്. പെൺകുട്ടിയുടെ തലയ്ക്ക് പിന്നിലും ശരീരമാസകലവും അതിശക്തമായ മർദ്ദനമേറ്റ പാടുകളുണ്ടെന്നും നട്ടലിന് പൊട്ടലുണ്ടെന്നും പരിശോധനയിൽ കണ്ടെത്തി. പിതാവിന്റെ പരാതിയിൽ ഹരിപ്പാട് പോലീസ് നിലവിൽ കേസെടുത്തിട്ടുണ്ട്. വിദേശത്ത് നടന്ന കുറ്റകൃത്യമായതിനാൽ കേസ് അന്വേഷണം ഉടൻ തന്നെ ക്രൈംബ്രാഞ്ചിന് കൈമാറാനാണ് സാധ്യത എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. സാവരിയെ മതം മാറ്റാൻ സദനുൽ അനാം നിർബന്ധിച്ചിരുന്നുവെന്നും അത് പെൺകുട്ടി എതിർത്തതാണ് ആക്രമണത്തിന് കാരണമായതെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി സാവരിയുടെ മാതാപിതാക്കളുടെ മൊഴി അടുത്ത ദിവസം പോലീസ് രേഖപ്പെടുത്തും. എംബസി വഴി കേസിന്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും കേരള സ്റ്റോറി ഫേക്ക് ആണെന്ന് പറഞ്ഞവരോ അല്ലെങ്കിൽ കേരളത്തിൽ മതപരിവർത്തനമില്ല എന്ന് പറയുന്നവരോ ഒന്നും തന്നെ സാവരിക്ക് വേണ്ടി ഒരു മെഴുകുതിരി പോലും കത്തിക്കാൻ ഇതുവരെ കണ്ടിട്ടില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.